വിശുദ്ധകരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടി ദൈവത്തിന് മഹത്വം. കർത്തൃദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ, പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിച്ചല്ലോ. നീതിമാന്റെ പ്രാർത്ഥന, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന, രണ്ട് പ്രാർത്ഥനയിലുണ്ടാകുന്ന വ്യത്യസ്തത, ഈ വിഷയത്തിന് ഊന്നൽ നൽകി ദൈവദാസൻ വളരെ സവിസ്തരമായി പ്രസ്താവിച്ചു തിരുവചന സത്യങ്ങൾ. ഞാൻ ഈ ലൂക്കോസ് വിശേഷം 18-ാം അധ്യായം ഓടിച്ചൊന്ന് നോക്കി. ആ 18-ാം അധ്യായത്തിൽ 3 വലിയ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ആ 3 വലിയ പ്രാർത്ഥന നമുക്കൊന്ന് ചിന്തിക്കാം. അതിൽ ഒന്നാമത്തെ പ്രാർത്ഥന മടുത്തു പോകാതെയുള്ള പ്രാർത്ഥനയാണ്. 1 തൊട്ട് 8 വരെയുള്ള വാക്യം മടുത്തു പോകാതെയുള്ള പ്രാർത്ഥനയാണ്. ബാക്കി 9 തൊട്ട് താഴോട്ട് കിടക്കുന്ന പ്രാർത്ഥന ആമേൻ താഴ്മ ധരിച്ചുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രാർത്ഥനയിൽ എന്തുണ്ടാകണം? താഴ്മ ധരിക്കണം. പിന്നെ അവസാന സമയം എത്തുമ്പോൾ 38 തൊട്ട് 42 വരെയുള്ള വാക്യങ്ങൾ എടുത്തു പഠിച്ചാൽ ആമേൻ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ 3 പ്രാർത്ഥന ഒന്നുകൂടെ പറയാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, താഴ്മ ധരിച്ച് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അങ്ങനെ 3 പ്രാർത്ഥന. അപ്പം ഒന്നാമത്തെ പ്രാർത്ഥന ഒരു വിധവയുടെ പ്രാർത്ഥനയാണ്. വിധവയ്ക്ക് ന്യായം കിട്ടാതെ വളരെ വിഷമിച്ചും പ്രയാസപ്പെടുകയാണ്. അനീതിയുള്ള ന്യായാധിപനാണ് ആ പട്ടണത്തിൽ ഭരിക്കുന്നത്, അല്ലെങ്കിൽ നീതി നടത്തേണ്ടത്. അനീതിയുള്ള ന്യായാധിപൻ്റെ അടുക്കൽ പോയി തനിക്കൊരു പ്രതിക്രിയ ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിക്കുകയും എന്നാൽ മൈൻഡ് ചെയ്യാതെ വിടുന്നു. എന്നാൽ ഈ വിധവ നിരന്തരം പോയി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രതിക്രിയ നടത്തണം, പ്രതിക്രിയ നടത്തണം. ഈ പ്രതിക്രിയ എന്ന പദവും ഫേമസ് ആണ് കേട്ടോ. പഴയ നിയമത്തിലൊക്കെ തൻ്റെ വിഷയങ്ങൾ ഒന്നെങ്കിൽ രക്തപ്രതികാരകൻ പ്രതികാരം ചെയ്യാൻ വെമ്പൽ കൊള്ളുമ്പോൾ, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി ആരെങ്കിലും ഒരാളൊരു നീതി നടത്തി തരാൻ അഭയം ചൊല്ലുന്ന ഒരു വിധവ, ആ ഒരു സാഹചര്യം നിങ്ങളുടെ മനസ്സിൽ വന്നാട്ടെ. കോടതികൾ പലതും കയറി ഇറങ്ങുന്നു, പോലീസ് സ്റ്റേഷനുകൾ പലതും കയറി ഇറങ്ങുന്നു, നീതി കിട്ടുന്നില്ല. ഇന്ന് പല പ്രിയപ്പെട്ടവരും അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട്. പല സ്ഥലങ്ങളിലും നമുക്ക് നീതി കിട്ടാറില്ല. ഈ വിധവ അതാണ് പഠിപ്പിക്കാറുള്ളത്. പല വാതിലുകളും മുട്ടി നോക്കി, പക്ഷെ അവിടെ ഒന്നും നീതി കിട്ടിയില്ല. പക്ഷേ ഇവളുടെ വിഷയം നീതിയുള്ള വിഷയമാണ്. പക്ഷേ ഇവളൊക്കെ നീതി കൊടുക്കേണ്ടത് അനീതിയുള്ള ന്യായാധിപനാണ്. അപ്പം അനീതിയുള്ള ന്യായാധിപൻ്റെ അടുക്കൽ പോയി ഇവൾ മുട്ടുന്നു. പക്ഷേ ആ ന്യായാധിപൻ ഇവൾക്കെതിരെ മുഖം തിരിക്കുകയാണ്. അവസാനം എന്നും അസഹ്യമായി ഇവൾ മുട്ടി അവളുടെ വിഷയങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിവൃത്തിയില്ലാതെ ഇദ്ദേഹം തന്നെ പറയാം, അവസാനം ഇവൾ വന്ന് എൻ്റെ മുഖത്ത് അടിക്കും, മുഖത്തടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇവൾക്ക് നീതി നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് അനീതിയുള്ള ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയമില്ലാത്തവനും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ആ ന്യായാധിപൻ എന്ത് ചെയ്തു കൊടുക്കുന്നു? നീതി ചെയ്തു കൊടുക്കുന്നു. അത് പ്രാർത്ഥനയോട് ഉപമിച്ചാണ് പറയുന്നത്. അനീതിയുള്ള ന്യായാധിപൻ നീതി നടപ്പാക്കി കൊടുത്തെങ്കിൽ നമ്മുടെ ദൈവം നീതിമാനായ ന്യായാധിപനാണ്. ആ നീതിമാനായ ന്യായാധിപൻ്റെ അടുക്കൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, അതും മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ വിഷയങ്ങൾ വെച്ച് മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ വേഗത്തിൽ നിങ്ങൾക്ക് പ്രതിക്രിയ ചെയ്യത്തില്ലയോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് ആഹ്വാനം ചെയ്യുകയാണ്, നിയോഗത്തിൻ്റെ ദൂത് കൈമാറുകയാണ്. മടുത്തു പോകാതെ നീ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ട് കേട്ടോ. ആ കരമൊന്ന് തട്ടി അല്പനിമിഷം ഒന്ന് ആരാധിച്ചാട്ടെ. മടുത്തു പോകാതെ പ്രാർത്ഥിച്ച ഈ ദിനങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ചില വിടുതലുകളെ കൺമുമ്പിൽ കാണത്തക്കവണ്ണം കർത്താവ് ഒരുക്കുന്ന ദൈവ പ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 2 ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ ഉദാഹരണം ഏലിയാവാണ്. ഏലിയാവിൻ്റെ ഒന്നാമത്തെ പ്രാർത്ഥന പെട്ടെന്ന് മറുപടി കിട്ടിയ പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ പ്രാർത്ഥന പെട്ടെന്നല്ല കിട്ടുന്നത്. അദ്ദേഹം 7 വട്ടം പ്രാർത്ഥിച്ചത് വ്യക്തമായി ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. മഴ പെയ്യാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. മുട്ടുകുത്തി കാലുകൾക്കിടയിൽ തല തിരികെ വെച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. മുഴങ്കാലിലുള്ള പ്രാർത്ഥന അനുഗ്രഹമാക്കട്ടോ ദൈവമക്കളെ. മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കണം. ഏലിയാവ് മുഴങ്കാലിൽ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് ഈ ഭക്തൻ പ്രാർത്ഥിക്കുന്നത്? മഴ പെയ്യാനാ. അദ്ദേഹം തന്നെ പ്രാർത്ഥിച്ചിട്ടാ ആകാശമണ്ഡലങ്ങളെ അടച്ചത്. പക്ഷെ അത് തുറക്കാനും മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ഹലോ, ശ്രദ്ധിച്ചു കേട്ടാട്ടെ. മുട്ടുകുത്തുക 7 വട്ടം
കാലുകൾക്കിടയിൽ തല തിരികെ വെച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഓരോ വട്ടവും ബാല്യക്കാരനോട് പറയും, പോയി നോക്ക് ആമേ, എന്തെങ്കിലും ഒരു റിസൾട്ട് ആകാശത്തിൽ കാണുന്നുണ്ടോ. ഓരോ വട്ടവും ബാല്യക്കാരൻ മടങ്ങി വന്നിട്ട് പറയും, ഒന്നും കാണുന്നില്ല, ശൂന്യമാണ്. ആമേ, നമ്മളാണെങ്കിൽ പ്രാർത്ഥന എപ്പോഴേ നിർത്തിയേനെ ഇല്ലേ? പക്ഷേ ഏലിയാവ് നിർത്തിയോ? ഇല്ല. വിടുതൽ കിട്ടുന്നിടം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 7ാമത്തെ വട്ടം ഒരു കൈപ്പത്തി വെളിപ്പെട്ട് വന്നെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവനാണോ നീ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു കൈപ്പത്തി വെളിപ്പെട്ട് വരും കേട്ടോ. വിശ്വാസത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ഒരു കൈപ്പത്തി വെളിപ്പെട്ട് വരുന്നുണ്ട്. അത് വലിയ വിടുതലിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ നടത്തുകയത്രേ. ഓരോ ചേർന്നാത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേ, ചില കൈപ്പത്തി, ദൈവത്തിന്റെ കൈപ്പത്തി നിന്റെ വലിയ മഴയ്ക്ക് തുടക്കമാകട്ടെ. ആഹാബിന്റെ മുമ്പിൽ കുതിക്കുവാൻ, അവന്റെ രഥചക്രങ്ങൾക്ക് മുമ്പിൽ കുതിക്കുവാൻ ആമേൻ ആ കൈപ്പത്തി ഇടയാക്കി തീർത്തതുപോലെ. അതിന് വേദപണ്ഡിതന്മാരൊക്കെ കുറെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഒന്ന്, സത്യത്തിൽ ഇത് പ്രാർത്ഥിച്ചതാരാ? ഏലിയാവാണ് ഇല്ലേ? ഏലിയാവ് പ്രാർത്ഥിച്ചു, മഴ പെയ്യിപ്പിക്കാൻ അദ്ദേഹമാണ് ഇടിവിൽ നിന്നത്. സത്യത്തിൽ ഇത്രയും പ്രാർത്ഥിച്ച ഒരു ദൈവദാസനെ ആ മഴ നനയിപ്പിക്കാതെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ആഹാബിനുണ്ട് ഇല്ലേ? പക്ഷെ ബൈബിൾ പറയുക, ആഹാബിൻ്റെ രഥങ്ങൾ പൂട്ടി. ആ രഥങ്ങൾ എന്ന് പറഞ്ഞാൽ രാജകീയ പ്രൗഢിയോട് വരുന്ന രഥങ്ങളാണ്. 7 കുതിരകളുണ്ട്. ആ കുതിരയുടെ ബലത്തിൽ മഴ തടുക്കാതിരിപ്പാൻ ആഹാബ് ഓടുകയാണ്. മഴ മേത്ത് വീഴാതിരിപ്പാൻ ആഹാബ് രഥത്തിൽ കയറി ഓടുക. പ്രാർത്ഥിച്ച് അഭിഷക്തനെ കയറ്റിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൈ വന്നു എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ മാത്രമല്ല കേട്ടോ, നിന്നെ മൈൻഡ് ചെയ്യാത്തവരുടെ മുമ്പിൽ ഓടുവാൻ, ആ രഥങ്ങൾക്ക് മുമ്പിൽ ഓടുവാൻ ആ ദൈവത്തിൻ്റെ കരം നിന്നെ ചലിപ്പിക്കും കേട്ടോ. ദൈവാത്മാവ് ചിലരോട് ശക്തമായി ഇടപെടുക. ആഹാബിന്റെ മുമ്പിൽ കുതിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതിയാ കേട്ടോ. ചിലർ നിന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലും ദൈവം നിന്നെ മുമ്പിൽ കൊണ്ടുവന്ന് ആദരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ശബരമരഗദന രഗദന രഗദന ദരവരഗദന യർഥവരാദക വൈഷവരാദ. ഹല്ലേലൂയ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പുതിയ നിയമത്തിൽ ഒരു കഥാപാത്രം, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചൊരു കഥാപാത്രം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്, പുതിയ നിയമത്തിൽ പകല് ദേവാലയം വിട്ടുമാറാതെ 85 വയസ്സുള്ള ഒരു സഹോദരിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഹന്നാ പ്രവാചി ഇല്ലേ? ആമീൻ. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, അതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആമീൻ. അവർ ആ സഹോദരിയെക്കുറിച്ച് പറയുന്നത്, ആമീൻ, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. ആമീൻ. ലൂക്കോസ് സുവിശേഷം 2:37 ഒന്ന് വായിച്ചേ. അവൾ ദേവാലയം വിട്ടുപോകാതെ ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും രാവും പകലും കഴിച്ചെന്ന. അതെന്തുകൊണ്ടായിരിക്കാം? ദേവാലയം വിട്ടുപിരിയാതെ ഏകദേശം 100 ചില്ലുവാനും വയസ്സുണ്ട് ആ സഹോദരിക്ക്. അപ്പം അത്രയും വയസ്സുള്ള ആ സഹോദരി, ആമേൻ, ഒന്ന് ചിന്തിച്ച് നോക്കിക്കാട്ടെ. ഉപവാസം, ആ പ്രായത്തിലും ഉപവാസം ഇരിക്കും. ഇന്ന് ഞങ്ങളുടെ സെൻറ്ററിൽ ഒരു ദൈവദാസൻ 67 വയസ്സിലെ ഇല്ല, നമ്മുടെ ഈപ്പം പാസ്റ്റർ 40 ദിവസം ഉപവാസമാണ്. അദ്ദേഹം 40 ദിവസം ഒരു നേരം കഴിച്ചുകൊണ്ട് ഉപവാസമാണ്. 9 ദിവസം പൂർണ്ണമായിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. എനിക്ക് തോന്നുന്നു 62 വയസ്സ് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ആ അത്രയും പ്രായമുള്ള ദൈവാസം ഉപവാസം ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കവിടെ അത് കേട്ടപ്പോൾ ഞാൻ അങ്ങ് ഒന്നും ഇല്ലാതായിപ്പോയി. കാരണം അത്രയും പ്രായമുള്ള മനുഷ്യൻ 40 ഇരിക്കുന്നു, 9 ദിവസം പൂർണ്ണമായിട്ടിരിക്കുന്നു, ഈ പ്രായത്തിൽ ഉപവാസത്തിലിരിക്കുക. ഇവിടെ ഒരു സഹോദരി കണ്ടോ, എല്ലാ കണക്കും നിങ്ങൾ എടുത്തു നോക്കിയാൽ വിവാഹത്തിന് മുമ്പുള്ള വയസ്സും വിവാഹത്തിന് ശേഷമുള്ള വയസ്സും കന്യകാലയത്തിൽ വസിച്ച വർഷവും എല്ലാം കൂടെ എടുത്തു പഠിച്ച 100 ചില്ലുവാനും വയസ്സുണ്ട്. ആ സഹോദരി ഉപവാസത്തിലും പ്രാർത്ഥനയും കൂടെ പകൽ ആരാധന കഴിച്ചു പോകുക, ആരാധനയിൽ. അപ്പോൾ എന്താ കാരണം? അതിനൊറ്റ ആഗ്രഹമുള്ളൂ, യേശുവിനെ കയ്യിലെടുക്കണം, യേശുവിനെ കാണണം. ആ ഒറ്റ ആഗ്രഹം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനെ കാണാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചവൾ ശീമോൻ കയ്യിലെടുത്തപ്പോൾ നിശ്ചയമായിട്ടും അവളും ആ കർത്താവിനെ കണ്ടു കേട്ടോ. അങ്ങനെയെങ്കിൽ നീ ഒരു വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, നീ മടുക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, നിന്റെ കണ്ണുകൊണ്ട് തന്നെ ആ വിടുതലുകൾ കാണുമെന്ന് ഉറപ്പുള്ളവർക്ക് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഉപവാസം വെറുതാവല്ല, നിന്റെ ആരാധന വെറുതാവല്ല, നിന്റെ പ്രാർത്ഥന വെറുതാവല്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ ആ വിടുതലുകൾ കാണുവാനിടയാകും. ഹല്ലേലൂയ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക.
ആമീൻ, വേഗത്തിൽ പ്രതിക്രിയ. നമുക്ക് നീതിയുള്ള ന്യായാധിപനുണ്ട്. അതാണ് ലൂക്കോസ് വിശേഷം 18-1 വരെയുള്ള വാക്യം. പിന്നെ കർത്താവിൻ്റെ ദാസൻ എടുത്തല്ലോ, താഴ്മ ധരിച്ച് പ്രാർത്ഥന. ഒരുത്തൻ അഹങ്കാരത്തോടെ പ്രാർത്ഥിക്കുക, ഞാൻ ഉപവസിക്കുന്നവനാണ്, ഞാൻ പതാരം കൊടുക്കുന്നവനാണ്, ഞാൻ നീതി ഉള്ളവനാണ്, ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നവനാണെന്നൊക്കെ പറഞ്ഞ് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ മറ്റവൻ അങ്ങനെയല്ല, താഴ്ത്തി ഒന്നുമില്ലാത്തവൻ അപ്പച്ച ഒരു പ്രാർത്ഥന, അവൻ നീതീകരിക്കപ്പെട്ടു. എത്ര പേർ താഴ്മ ധരിച്ച് പ്രാർത്ഥിക്കും? ബൈബിൾ പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവനെ എൻ്റെ ദൈവം ഉയർത്തും കേട്ടോ. അതിനൊക്കെ ഒത്തിരി തെളിവുകൾ ബൈബിളിൻ്റെ ഉള്ളിലുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവ് യേശു കർത്താവ്. യേശു ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? സകല നാമത്തിനും മേലായ നാമം നൽകി ഏറ്റവും ഉയർത്തുവാനിടയായി തീർന്നു. ആമീൻ. 1 പത്രോസിന്റെ ലേഖനം 5:7, അവന്റെ ബലമുള്ള കൈക്കിഴി താണിരിപ്പീൻ, അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമത്രേ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന ദൈവമത്രേ. താഴ്മയുള്ളവന് കൃപ കൊടുക്കുന്ന ദൈവമത്രേ. താഴ്മ ധരിക്കുക, താഴ്മയുള്ളവനെ ദൈവം ഉയർത്തും. താഴ്മയോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ നമുക്കൊരു വിനയം വേണം, പ്രാർത്ഥനയിൽ ഒരു താഴ്മ വേണം, പ്രാർത്ഥനയിൽ തന്നെത്താൻ സമർപ്പിക്കണം. സ്തോത്രം. വലിയവനായ ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മ ധരിക്കുക. അഹങ്കാരികളെ ഒക്കെ ദൈവം തകർത്തിട്ടുണ്ട്. നെബൂഖദ്നേസറെ, ഹെരോദാവിനെ ഒക്കെ ദൈവം തകർത്തിട്ടുണ്ട്. താഴ്മയുള്ളവരെ ഒക്കെ ദൈവം ഉയർത്തിയിട്ടുമുണ്ട്. ആമീൻ. ഒരു ആട്ടിടയനായിരുന്ന ദാവീദിനെ പൊക്കിയെടുത്ത് രാജാവാക്കിയവനാ ദൈവം. ആമീൻ. ഒന്നുമില്ലാത്ത സഹോദരൻ്റെ കണ്ണിൽ ഏറ്റവും ചെറിയവനായിരുന്ന യോസേഫിനെ ഏറ്റവും ഉയർത്തിയിലേക്ക് കൊണ്ടുവന്നവനാണ് ദൈവം. താഴ്മയുള്ളവരെയൊക്കെ എൻ്റെ കർത്താവ് ഉയർത്തിയിട്ടുണ്ട്. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ താഴ്മ അത്യന്താപേക്ഷിതമാണ്. ഇനി അവസാനത്തെ പ്രാർത്ഥനയോടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. അവിടെ 37-ാം വാക്യം ഇങ്ങനെയാണ്: നസ്രേനായ യേശു കടന്നു പോകുന്നുവെന്ന് അവർ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നൊറ്റ നിലവിളി. അതാണ് ആ പ്രാർത്ഥന. എന്നിട്ട് ദൈവം എന്താ പറയുന്നതെന്നറിയാവോ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കാരണം ഒത്തിരി പേര് അവനെ തടുത്തു പ്രാർത്ഥിക്കാതിരിപ്പാൻ, പക്ഷെ അവൻ വിട്ടുകൊടുത്തില്ല. അവൻ അറിയാം, ദൈവസന്നിധി വിശ്വസിച്ചാൽ ലജ്ജിച്ചു പോകത്തില്ല. അവൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, നമ്മുടെ ദൈവം ദാവീദിൻ്റെ പുത്രനാണ്. ആമേൻ. കരുണയുള്ള ദൈവമാണ്. കരുണ തോന്നണമേന്ന് പറഞ്ഞൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ വിശ്വാസത്തോടെയുള്ള ആ പ്രാർത്ഥന ദൈവം അംഗീകരിച്ച് അവന് വേണ്ടി അവിടെ നിന്നു. ദൈവാത്മാവ് നിങ്ങളോട് ഒരാലോചന കൈമാറാം. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ദൈവമേ, എനിക്ക് കാഴ്ച വേണം. ഇന്ന് രാത്രി ചിലരോട് ചോദിക്കുക, ദൈവം ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? വിശ്വാസത്തോടെ പറയാവോ? നിന്റെ വിഷയം ദൈവസന്നിധി വയ്ക്ക്. ആ വിഷയത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. കണ്ണുകളടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗികളെ സൗഖ്യമാക്കും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഏറെ ഫലിക്കും. ഹല്ലേലൂയ. ആമേൻ. പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഒരു വിടുതലിലേക്ക് കൈമാറി. ഇന്ന് രാത്രി നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. മടുത്തു പോകാതെ പ്രാർത്ഥിച്ച്, കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, ആമേൻ, താഴ്മയോടെ പ്രാർത്ഥിച്ച്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവൻ ലജ്ജിക്കത്തില്ല.